അർദ്ധ സെഞ്ചുറി പ്രകടനത്തിലൂടെ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാനെത്തിയതിന് സന്തോഷത്തിലാണ് ആലപ്പിയുടെ അഭിഷേക് നായർ. KCL യുവതാരങ്ങൾക്ക് വലിയ അവസരമാണ് നൽകുന്നതെന്ന് അഭിഷേക് ജനം ടിവിയോട് പറഞ്ഞു. M. നിഖിൽകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ അവസാന ഓവറിലെ അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം കൂടി, അതിൽ ആലപ്പി റിപ്പിൾസ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. കളിയിലെ താരമായ അഭിഷേക് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഭിഷേക്, ഇന്നൊരു അർദ്ധ സെഞ്ചുറി നേടാനായി, കളിയിലെ താരമായി. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ടീം നന്നായിട്ട് ബാക്ക് ചെയ്തായിരുന്നു. ഈ ടൂർണമെൻറ്റ് എനിക്ക് നല്ല സ്റ്റാർട്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഇന്നും ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കളി ഫുൾ ഫിനിഷ് ചെയ്യാമായിരുന്നു, പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ച്. പക്ഷേ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ ജയിച്ചു, അതുകൊണ്ട് സന്തോഷം തന്നെ. അവസാന ഓവറിലേക്ക് അല്ലെ അവസാന പന്തിലേക്ക് നീങ്ങിയപ്പോൾ എന്ത് തോന്നി? ഇത് ജയിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയൊരു ലക്ക് ഉണ്ടായിരുന്നു. അതാണ് അങ്ങനെ ഒരു വൈറ്റ് ഫോറും കൂടെ കറക്റ്റ് ഒരു ടൈമിൽ കിട്ടിയോണ്ട് എല്ലാം നന്നായി. ഈ സീസണിൽ ടീമിൻ്റെ നെടുന്തൂണായിട്ട് രണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ അസ്രദീനും ഉണ്ട്, ഒപ്പം ജലജും ഉണ്ട്. അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ മാച്ച് ജലജ് ഭായിയുടെ കുറച്ച് ബാറ്റ് ചെയ്ത്, ഈ മാച്ച് അസറായിട്ടായിട്ട് കുറച്ച് ബാറ്റ് ചെയ്ത്. അപ്പം അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ള കാരണം നല്ല രസമുണ്ട് ബാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഏത് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ജലജ് ഭായെ പോലും ഫീൽഡിൽ ഒരുപാട് പുള്ളി ഇടുന്ന ഫീൽഡ് ബോളേഴ്സിന് ഭയങ്കര എളുപ്പമാണ് എറിയാനും എക്സിക്യൂട്ട് ചെയ്യാനും. അപ്പോൾ നമ്മളെ മാച്ചസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാച്ചും നമ്മൾ നല്ല രീതിയിൽ പവർ പ്ലെയറുണ്ട്. അത് പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് കാരണമാണ്. അപ്പോൾ അത് ഭയങ്കര ഫാക്ടറാണ്. പുള്ളി നമ്മുടെ ടീമിൽ ഒന്നൊരു നല്ലൊരു ഫാക്ടറായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ടീമിൻ്റെ പരിശീലകൻ, കേരള ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സോണി ചെറുവത്തൂരാണ് ടീമിൻ്റെ പരിശീലകൻ. എങ്ങനെയുണ്ട് സോണി ചേട്ടനുള്ള എക്സ്പീരിയൻസ്? പുള്ളി എന്താ പറയുക, ഒരു ലീഡറാണ്. ഇപ്പം പുള്ളി ക്യാപ്റ്റനായിട്ടാണ് ഫസ്റ്റ് ടൈം നമ്മൾ കേരള ഒരു സെമിഫൈനൽ, മറ്റേ പ്ലേറ്റ് സെമിഫൈനലിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ പുള്ളി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലല്ല ഈ ടൂർണമെൻറ്റ് തുടങ്ങിയത്, 2 കളി തോറ്റിട്ടാണ് തുടങ്ങിയത്. അപ്പം ആ സമയത്ത് ടീമിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പുള്ളി നന്നായിട്ട് ചെയ്ത്, പിന്നെ ഒരു പ്ലേയേഴ്സിനെ ബാക്കിംഗ് ഒക്കെ പുള്ളി കറക്റ്റായിട്ട് ചെയ്ത്. അപ്പം എല്ലാവരും ഒരു പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് പുള്ളി നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് നല്ലൊരു കോച്ചിൻ്റെ സയൻസ്. അങ്ങനെയാണ്. നിങ്ങളെപ്പോലുള്ള യുവ താരങ്ങൾക്ക് KCL വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. ഇപ്പം ഒരു വലിയൊരു സ്പേസാണ്, പ്രത്യേകിച്ച് സ്റ്റാർ സ്പോർട്സിൽ നിങ്ങളുടെ ഒരു 10 മത്സരം ടെലികാസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്പേസ് വളരെ വലുതാണ്. അതെ, ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ടീമിൽ നിന്ന് വിഘ്നേഷ് ഒരു IPL സ്കൗട്ട് വഴി പോയായിരുന്നു. അപ്പം ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ഇന്നിങ്സ് ഏതെങ്കിലും ഒരു കണ്ണ് ഇഷ്ടപ്പെട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഹോപ്പാണ്. നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക, നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുക, ബാക്കി റിസൾട്ട് നമുക്ക് വിട്ടുകൊടുക്കുക. നമ്മളെ കയ്യിലുള്ള കാര്യം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും വരുന്ന മത്സരങ്ങളിലും ഈ വിജയം ആവർത്തിക്കട്ടെ, മികച്ച പ്രകടനം നടത്താനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനൂഷിനൊപ്പം M. നിഖിൽകുമാർ, ജനം.